പ്രമേഹ രോഗികൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ ഒരാളെങ്കിലും ഇന്ന് പ്രമേഹ രോഗിയായിരിക്കും. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലിയാണ്. അതായത് നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. പ്രമേഹത്തിന്റെ തുടക്കത്തിലൊരു സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ, ഭക്ഷണം നിയന്ത്രിക്കുകയാണെങ്കിൽ, മരുന്നില്ലാതെ തന്നെ നമുക്ക് പ്രമേഹത്തിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഡയബറ്റീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട ഭക്ഷണ നിയന്ത്രണം എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ പ്രിയ, കലോഞ്ചി ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. പ്രമേഹം എന്ന് പറയുന്ന ഒരു സൈലന്റ് കില്ലറാണ്. തുടക്കത്തിലേ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഓർഗനെ എഫക്റ്റ് ചെയ്യുകയും കംപ്ലീറ്റ് ഫെയിലിയറിലോട്ട് കൊണ്ടുവരും. അപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഒരുപാട് ലക്ഷണങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരാറുണ്ട്. നമ്മൾ ചിലപ്പോൾ അത് തിരിച്ചറിയുന്നത് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു മുറിവ് ഉണങ്ങാതെ വരുമ്പോഴായിരിക്കും അവർക്ക് പ്രമേഹം ഉണ്ടോ എന്ന് നമ്മൾ നോക്കാറ്. അതുപോലെ തന്നെ നല്ലപോലെ ദാഹവും നല്ലപോലെ വിശപ്പും പക്ഷേ ശരീരം ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷൻ ആണെങ്കിൽ ചിലപ്പോൾ അത് പ്രമേഹ രോഗിയുടേതായിരിക്കും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു പ്രായം കഴിഞ്ഞാൽ ഒരു 10-25 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുവേണ്ടി നമ്മൾ HbA1c നോക്കാൻ വേണ്ടി പറയാറുണ്ട്. HbA1c എന്ന് പറഞ്ഞാൽ ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ്. അപ്പോൾ ഒരു 3 മാസത്തെ ആവറേജ് നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവൽ നോക്കിയിട്ട് നമുക്ക് പ്രമേഹ രോഗിയാണോ എന്നാണ് ഇന്ന് മിക്കവാറും എല്ലാവരും തന്നെ നോക്കാറ്. അപ്പം നമ്മൾ ആ ഒരു ആദ്യത്തെ സ്റ്റേജിൽ തിരിച്ചറിയുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഭക്ഷണത്തിലൂടെയും ഒപ്പം കൃത്യമായ ഒരു വ്യായാമം ഉണ്ടെങ്കിൽ ഈസിലി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് വേണ്ട ഭക്ഷണ നിയന്ത്രണം എങ്ങനെയാണെന്ന് നോക്കണം. നോർമലി നമ്മളെല്ലാവരും നല്ലപോലെ വയറ് നിറച്ച് ഭക്ഷണം 3 നേരം ചോറ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ നോർമലി നമ്മുടെ ഒരു ഫുഡ് പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 3 തവണ ഭക്ഷണം കഴിക്കും. ഇടയിൽ ഒരു ഇടവേള എന്ന് പറയുന്ന ഒരു ചെറിയ ബ്രേക്ക് ഒരു നേരമൊക്കെ ആയിരിക്കും. നോർമലി ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ ആദ്യമേ മാറ്റണം. നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 5-6 തവണയായിട്ട് കഴിക്കുക. ഇപ്പോഴും ക്വാണ്ടിറ്റി കുറയ്ക്കുക, നമ്മുടെ എണ്ണം കൂട്ടുക. അതായിരിക്കണം ഒരു ഡയബറ്റീസ് ആയിട്ടുള്ള ഒരാളുടെ ഫുഡിൽ വരുന്നതിൻ്റെ ആദ്യത്തെ മാറ്റം. അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഭക്ഷണം മാറ്റാം? ഒന്നാമതായിട്ട് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായയോ കാപ്പിയോ കുടിക്കുന്നതാണെങ്കിൽ ആ ഒരു ശീലം മാറ്റിയിട്ട് ഇളം ചൂടുവെള്ളം കുടിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഉലുവ കുതിർത്ത വെള്ളമൊക്കെ കുടിക്കാം. ഉലുവ കുതിർത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഒരു പരിധി വരെ നമുക്ക് ആ ഒരു ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടി പോകാതെ അത് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരു പ്രമേഹത്തിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാം. പക്ഷേ ഒരു ഉലുവ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് പ്രമേഹത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം കൊളസ്ട്രോൾ ലെവലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഉലുവ ഒരുപാട് കഴിക്കുന്നതും അതും ഒരു ദോഷം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയിൽ ഓരോ ദിവസവും ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി കുടിക്കുക. അപ്പം ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ഉലുവ ഇട്ട് കുതിർത്ത വെള്ളം കുടിക്കാം. അല്ലെങ്കിൽ അടുത്തൊരു ദിവസം കറുകപ്പെട്ട ചതച്ച അല്ലെങ്കിൽ അത് പൊടിച്ച് അതിൻ്റെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് വെള്ളം കുടിക്കാം. അപ്പം ഈ കറുകപ്പെട്ടയിൽ സിനമാൾഡിഹൈഡ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറച്ചുകൂടി ആക്ടിവേറ്റ് ആക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഗ്രീൻ ടീ കുടിക്കാം. അതും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എടുക്കുമ്പോൾ ഇഡ്ഡലി, സാമ്പാർ, അല്ലെങ്കിൽ പുട്ട്, കടല, അപ്പം, കടല, അങ്ങനെയൊക്കെ മാറിയാണ് കഴിക്കുക. അപ്പോൾ ഈ ഒരു ഭക്ഷണത്തിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ആദ്യം തന്നെ മാറ്റേണ്ടത്. നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കാൻ 1-2 ദോശയൊക്കെ നിങ്ങൾക്ക് തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തുടക്കക്കാർക്ക് 1-2 ദോശയെ കഴിക്കാം. അതിനൂടെ മാക്സിമം നമ്മൾക്ക് എപ്പോഴും പ്രോട്ടീനാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഇപ്പം നമ്മൾ സാമ്പാർ കഴിക്കുമ്പോൾ അതിൽ ധാരാളം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഷുഗർ ലെവൽ വീണ്ടും കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ദോശയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ചമ്മന്തി ഒരു നല്ല ഓപ്ഷനാണ്. ഇനി അതല്ല എങ്കിൽ നമുക്ക് അവിടെ ദോശയോടൊപ്പം കടലക്കറി കഴിക്കാം. അപ്പോൾ കടലക്കറിയുടെ ആ അളവ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക, പകരം ദോശയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കുക. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ ഒരുപാട് ചെല്ലുമ്പോൾ ആ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ ലെവൽ അവിടെ കുറയുകയും അത് നമുക്ക് വളരെ നല്ലൊരു ഗുണം ചെയ്യും. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ 1-2 ഇഡ്ഡലി അത്രയും ആ ഒരു ലെവലിൽ നിർത്തും. അപ്പോൾ ഇനി പുട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പുട്ട് കഴിക്കുമ്പം അതിൽ ഒരു ചെറിയ പീസ് മാത്രം പുട്ടെടുക്കുക. കൂടുതലും അവിടെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടല, മുട്ട, അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ, നോൺ വെജിറ്റേറിയൻ ആയിക്കോട്ടെ, മീൻ കറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ചിക്കനോ ബീഫ് എന്ത് നോൺ വെജ് ആയിക്കോട്ടെ, അവിടെയൊക്കെ നമ്മൾ പ്രോട്ടീനാണ് കഴിക്കുന്നത്. അപ്പം പുട്ടിൻ്റെ അളവ് വളരെ കുറയ്ക്കുക. വെജിറ്റേറിയൻ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ പ്രോട്ടീൻ്റെ അളവ് നല്ലപോലെ കൂടുക. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കേസിലൊക്കെ. ഇനി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ഉപ്പുമാവ്. ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ധാരാളം പച്ചക്കറികൾ അതിനകത്ത് ആഡ് ചെയ്യാം. ബീൻസ്, ക്യാരറ്റ്, ഉള്ളി, തക്കാളി എല്ലാം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ആ ഒരു കാർബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പുമാവിൽ തന്നെ നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഓട്സിൻ്റെ ഉപ്പുമാവ്. ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് പ്രമേഹ രോഗികളും പറയുന്നതാണ് ഞാൻ ഓട്സ് ഒരുപാട് കഴിക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് പ്രമേഹത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. ഈ ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് വേണം തിരഞ്ഞെടുക്കാൻ. സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞെങ്കിൽ ധാന്യം തവിടോട് കൂടി ഓട്സ് ആണ്, ഫുൾ കവറിങ് ആയിട്ടുള്ള ഓട്സ് ആണ്. ഈ ഓട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ ഈ ഷുഗർ പേഷ്യൻസിന് കഴിക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഓട്സ് കഴിക്കുന്നതിലാണെങ്കിൽ കൂടി നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് നോക്കണം. നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണ്. ഇൻസ്റ്റൻറ്റ് ഓട്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു 80-83 ആയിരിക്കും. നമ്മൾ ഓട്സ് വെച്ചിട്ട് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ കുറുക്കി കുടിക്കുന്ന സമയത്ത് അവിടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒരു 90ന് മുകളിലോട്ട് പോകും.
അപ്പം പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടി കഞ്ഞി മാറ്റിയിട്ട് ഓട്സ് കഴിക്കുമ്പോൾ അവിടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടതാണോ അത് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നതിൻ്റെ ഒരു ലെവലാണ്. അപ്പോൾ അത് കുറഞ്ഞ ഭക്ഷണമാണ് എപ്പോഴും നമ്മൾ പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത്. നമ്മളെപ്പോഴും ഓട്സ് തിരഞ്ഞെടുക്കുമ്പോൾ സ്റ്റീൽ കട്ട് ഓട്സ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഓട്സ് ഒരു കാരണവശാലും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ പാലിൽ അല്ലെങ്കിൽ വെള്ളത്തിലെ കാച്ചി കുടിക്കാതിരിക്കുക. എപ്പോഴും ഉപ്പുമാവ് അല്ലെങ്കിൽ പുട്ടായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പിയറബിളി കുറവായിരിക്കും. ഇനി പ്രമേഹ രോഗികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് മാറ്റും, അതിന് പകരം ചപ്പാത്തി കഴിക്കാമെന്ന് പറയും. ചപ്പാത്തി കഴിക്കുമ്പോൾ അവർ 3-4 ചപ്പാത്തി വരെ കഴിക്കുന്നവരായിരിക്കും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കാം, ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിക്കുന്നവരായിരിക്കും. അങ്ങനെ ഒരു ചപ്പാത്തിയാണ് ഈ ചോറിന് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് പകരം വെക്കുന്നത്. ഏകദേശം ഗോതമ്പിലായും അരിയിലും ഉള്ള ഗ്ലൈസീമിക് ഇൻഡെക്സ് ഏകദേശം സെയിം ആണ്. ഇപ്പം നമ്മൾ ചപ്പാത്തി ആട്ട കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പോളിഷ്ഡ് ആണ്, അപ്പോൾ അതിൽ തീരെ ഫൈബർ ഇല്ല. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു ഷുഗർ ലെവൽ കൂടുകയാണ് ചെയ്യുക. ഇപ്പോൾ കമ്പാരബിളി നമ്മൾ വീട്ടിൽ ഗോതമ്പ് വാങ്ങി ഉണക്കി പൊടിച്ചാണെങ്കിൽ കുറച്ചെങ്കിലും ഫൈബർ അതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് കമ്പാരബിളി നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ഏത് ധാന്യം എടുക്കുകയാണെങ്കിലും അതിൽ ഒരു എന്താ പറയുക, ധാന്യത്തിലൊക്കെ തവിടടങ്ങിയ ധാന്യങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്ത രീതിയിൽ മില്ലറ്റ്സ് ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. തവിടോടുകൂടിയ ധാന്യങ്ങളൊക്കെ ആകുമ്പോൾ ധാരാളം ഫൈബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റാഗിയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പോൾ റാഗിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറുക്കി കുടിക്കാതെ, ഇപ്പം ഞാൻ രാവിലത്തെ ഭക്ഷണത്തിൽ പുട്ട് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ അരിപ്പൊടിയോടുകൂടി തന്നെ ഒരു 1/4 ഭാഗം റാഗി ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഡയബറ്റീസിൻ്റെ ആ ഒരു ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ റാഗിൻ്റെ പൊടിയും അതുപോലെ തന്നെ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ പുട്ടുണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ റാഗിയുടെ മാത്രം പൗഡർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ ഒരു പ്രോട്ടീൻ്റെ കറി കൂടി ആകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് പ്രമേഹത്തിനെ നിയന്ത്രിക്കാൻ പറ്റും. ഇനിയിപ്പം ഇഡ്ഡലി, ദോശ എന്തും ആയിക്കോട്ടെ, അപ്പം എന്തും ആയിക്കോട്ടെ, അതിനോടൊപ്പം നിങ്ങൾക്ക് റാഗി പൗഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അയണും കാൽസ്യം അതിനോടൊപ്പം തന്നെ പ്രമേഹം കൂടി നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും പോകേണ്ടത്. എപ്പോഴും ഒരു കാർബോഹൈഡ്രേറ്റും അതിനേക്കാളും ഇരട്ടി അളവിൽ പ്രോട്ടീനും കൂടെ ഉൾപ്പെടുത്തുക. അതിപ്പോൾ ഏത് തരത്തിലുള്ള പ്രോട്ടീനും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി ഒരു 11 മണിക്കാവുമ്പം നമുക്ക് വീണ്ടും ഒരു ചായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബയോട്ടിക് ആയിട്ട് തൈരോ മോരും വെള്ളം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നാരങ്ങ വെള്ളമൊക്കെ വളരെ നല്ലതാണ്. അപ്പം ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു പിടി നട്ട്സ് കഴിക്കാം. ആ ഒരു നട്ട്സ് എന്ന് പറഞ്ഞാൽ കൂടുതലും ബദാം ഒക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഒരു പിടി മാത്രം കഴിക്കുക. ആ ഒരു നട്ട്സ് മാത്രമേ ആ ഒരു ടൈമിൽ കഴിക്കുക. ഇനി നമ്മൾ ഉച്ചത്തെ ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഒരു ബൗൾ സാലഡ് കഴിക്കാം. സാലഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ക്യുക്കമ്പറും അല്ലെങ്കിൽ മറ്റ് ക്യാരറ്റൊക്കെ ഫ്രഷ് ആയിട്ട് കട്ട് ചെയ്തിടാം. ഇപ്പം ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് കൂടുതലും ഈ ക്യാരറ്റൊന്നും അത്ര പ്രിഫറബിൾ അല്ല. കാരണം മണ്ണിനടിയിലുള്ള എല്ലാ വസ്തുക്കളും പ്രമേഹത്തിൻ്റെ ലെവൽ കൂട്ടാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. അപ്പോൾ അവർക്ക് ക്യുക്കമ്പർ തന്നെ നല്ലപോലെ കട്ട് ചെയ്ത് അതില്ലാതെ വേണമെങ്കിൽ തക്കാളി ആഡ് ചെയ്യാം. ക്യുക്കമ്പറും തക്കാളി ഇട്ടിട്ട് ഒരു ഇച്ചിരി ഒലിവ് ഓയിലും കൂടി ഒരു ഡ്രസ്സിങ് ആയിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ഒലിവ് ഓയിലുള്ള omega-3 ഫാറ്റി ആസിഡ്സ് ഈ കോശങ്ങളൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ക്യുക്കമ്പറിലാണെങ്കിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ വൈറ്റമിൻസ് കെ, എ, സി, കെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വൈറ്റമിൻസ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാർട്ടിലേജിൻ്റെ ഗ്രോത്തിനും സ്കിന്നിനൊക്കെ ക്യുക്കമ്പർ ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഈ വെള്ളരിക്കയും ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു വയറിൻ്റെ ഫില്ലിങ്ങും ആവും. അപ്പം നമ്മുടെ ചോറിന് കുറച്ച് മുൻപായിട്ട് ഇത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുൻപ് നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വിശപ്പ് കുറച്ചുകൂടെ കുറയും. ഇനി ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുക. ഫുഡ് കഴിക്കുന്ന സമയത്തും മാക്സിമം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ കഴിക്കാൻ ആ ഒരു തുടക്കം ഡയറ്റിലോട്ട് വരുന്ന ഒരാൾക്കാരാണെങ്കിൽ തുടക്കത്തിൻ്റെ സമയത്ത് ഒരു പിടി ചോറ് അല്ലെങ്കിൽ 1-2 ചപ്പാത്തി മാത്രം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ധാരാളം പ്രോട്ടീൻസ് കഴിക്കാം. അപ്പോൾ പയറ്, കടല, പരിപ്പ് ഇത് നിങ്ങൾക്ക് കറി വെച്ചിട്ടോ തോരനായിട്ടോ കഴിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നോൺ വെജിറ്റേറിയൻ ആയിട്ട് നിങ്ങൾക്ക് മുട്ട കഴിക്കാം, ഇറച്ചി, മീൻ ഇതെല്ലാം നിങ്ങൾ കറി വെച്ച് കഴിക്കാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതിനോടൊപ്പം തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. ഇപ്പം പ്രമേഹ രോഗികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാവോ എന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. അപ്പോൾ എപ്പോഴും പ്രമേഹ രോഗികൾക്ക് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു ദിവസം കഴിക്കാം, 1-2 ഫ്രൂട്ട്. എപ്പോഴും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കുക. ഇനി ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുമ്പോൾ ഇപ്പോഴും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും ഫ്രൂട്ട്സിൻ്റെ ഒരു കേസിൽ എടുക്കുകയാണെങ്കിൽ 50-നും 55-നും ഇടയിലാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണെങ്കിൽ അത് ലോ ആയിട്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് ആണ്. 56-നും 69-നും ഇടയിലാണെങ്കിൽ മോഡറേറ്റ് ലെവലെന്നും 70-ന് മുകളിലാണെങ്കിൽ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സുമാണ് കൂടുതലായിട്ടുള്ള ഫുഡുകളും അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളുമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ലോ ഗ്ലൈസീമിക്കിലുള്ള ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരയ്ക്ക, നെല്ലിക്ക. അപ്പോൾ പേരയ്ക്കയിലൊക്കെ ആണെങ്കിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പേരയ്ക്ക, നെല്ലിക്ക, ആപ്പിള്, മുന്തിരി ഇതൊക്കെ നിങ്ങൾക്ക് ഒരു പരിധി വരെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങൾ മാക്സിമം ചക്ക, മാങ്ങ ഇത് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴം ഇതൊക്കെ കഴിവതും ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ പഴുത്ത ചക്ക, മാമ്പഴം നമുക്ക് ആ ഒരു സീസൺ ആകുമ്പോൾ കിട്ടുന്ന ഈ ഇങ്ങനത്തെ ഉള്ള ഫ്രൂട്ട്സിൽ ഇത് അധികം മധുരം ഉള്ളതാണ്. അപ്പം ഈ ഫ്രൂട്ട്സിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫ്രക്ടോസ് ആണ്.
അപ്പം ഗ്ലൂക്കോസിനെ വെച്ച് നോക്കുമ്പോൾ ഫ്രക്ടോസ് അത്രയ്ക്ക് മധുരമില്ലെങ്കിലും ഈ ഫ്രക്ടോസ് നേരെ ലിവറിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കൺവേർഷൻ ആയിട്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറിയിട്ടാണ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നത്. കുറച്ച് ടൈം എടുക്കും ആ ഒരു ഫ്രൂട്ടിലുണ്ടാവുന്ന മധുരം നമുക്ക് ശരീരത്തിൽ എത്താൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചക്ക, മാങ്ങ, ഈ ഒരു സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിവതും ഒഴിവാക്കുക, കംപ്ലീറ്റ്ലി ഒഴിവാക്കുക തന്നെ വേണം. അധികം പഴുത്ത ഏത്തപ്പഴം കഴിക്കാതെ ഒരു പച്ചയിൽ നിന്ന് പഴുപ്പിലോട്ട് മാറുന്ന ആ ഒരു സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏത്തപ്പഴമൊക്കെ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് മാത്രം ഒരു ദിവസം കഴിക്കുക. അല്ലാതെ കൺട്രോൾഡ് ആണല്ലോ എന്നോർത്ത് ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക. മുന്തിരിയൊക്കെ കഴിക്കണമെങ്കിൽ 10 മുന്തിരി അത്രയും ഒരു ദിവസം പാടുള്ളൂ. അത്രയും മാത്രം കൺട്രോൾഡ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗിയാണെങ്കിൽ കൂടി ഒരു ഫ്രൂട്ടെങ്കിലും കഴിക്കാം. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ധാരാളം വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഈ ഫ്രൂട്ട്സിലാണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ഫ്രൂട്ടെങ്കിലും നിങ്ങൾ കഴിക്കാൻ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ഉച്ചത്തെയും വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രാത്രിയത്തെ മീൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ രാത്രിയും നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നത് ചോറ് കഴിക്കാനായിരിക്കും. ചോറും ഒരുപാട് കറികളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ ഒരു ശീലം കംപ്ലീറ്റ്ലി മാറ്റുക. നിങ്ങളുടെ രാത്രിയിലത്തെ ഡിന്നർ കുറച്ചുകൂടെ നേരത്തെ കഴിക്കുക. ഒരു 6 മണിക്ക് 7 മണിക്കെങ്കിലും നിങ്ങളുടെ ഡിന്നർ സെറ്റ് ചെയ്യുക. കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിലും ഒരു വെജിറ്റബിൾസ് ഒരു ബൗളായിട്ട് കഴിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നമ്മൾ അന്നത്തെ ദിവസം കഴിച്ചിട്ടില്ലെങ്കിൽ അന്ന് ആ രാത്രി ആ ഒരു ഫ്രൂട്ട് മാത്രമായിട്ട് കഴിക്കാം. ഇനി ഇതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓട്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മില്ലറ്റോ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കാം. ഒരു ഓംലെറ്റ് മാത്രമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒതുക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ഫുഡ് മാൻറ്റെയിൻ ചെയ്യാം. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഡയറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമ്മുടെ പ്രമേഹ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനാണ് ഡയറ്റ് സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ആ ഭക്ഷണം മാത്രം കഴിക്കുകയും നമുക്ക് വേണ്ട ന്യൂട്രിയൻസോ പ്രോട്ടീൻസോ ഒന്നും കിട്ടാതെ വരും. അപ്പോൾ എപ്പോഴും കറക്റ്റായിട്ട് ഒരു ഡയറ്റ് ചാർട്ടാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഡയറ്റ് ചാർട്ട് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടൊരു ഡയറ്റീഷ്യൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾ ഡയറ്റ് എടുക്കാൻ വേണ്ടി നോക്കണം. അതിനോടൊപ്പം തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു ഡയബറ്റീസിൻ്റെ മോണിറ്ററും കൂടെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഡയറ്റ് ചാർട്ട് എടുക്കുക. അത് കൃത്യമായിട്ട് ഒരു മാസം നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു 4 മുതൽ 6 മാസം വരെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ആയിരിക്കണം. ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഇവിടെ കാർബിൻ്റെ അളവ് കുറവായിരിക്കണം. ഞാൻ ഈ പറഞ്ഞ ഭക്ഷണത്തിലെല്ലാം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. ഇതാണ് ലോ കാർബോഹൈഡ്രേറ്റിലെ ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. ബ്രക്കോളി, അതുപോലെ തന്നെ എല്ലാ ക്രൂസിഫറസ് വെജിറ്റബിൾസ്, ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ഉൾപ്പെടുത്താം. എല്ലാ തരത്തിലുള്ള മുരിങ്ങയില, തഴുതാമയുടെ ഇല, ചീരയില, ഇങ്ങനത്തെ എല്ലാ ഇലക്കറികളും ഉൾപ്പെടുത്താം. ഇനി രണ്ടാമതായിട്ട് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവോക്കാഡോ പോലെയുള്ള ഫ്രൂട്ട്സ്, നട്ട്സുകളൊക്കെ ഉൾപ്പെടുത്താം. ഇതും ലോ കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ്. ഇനി മുട്ട, അതുപോലെ തന്നെ മത്സ്യങ്ങൾ, ചെറിയ മത്സ്യങ്ങൾ, ഇറച്ചി, മീൻ, മുട്ട. ലീൻ പ്രോട്ടീനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്, അതായത് ചിക്കനാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇതെല്ലാം കറി വെച്ച് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ പറയുന്ന ഭക്ഷണത്തിനോടൊപ്പം തന്നെ പച്ചക്കറികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് ഒന്ന് തക്കാളിയാണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസ് ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, ഈ പ്രമേഹ രോഗികൾക്ക് കൂടുതലായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമുണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് വെള്ളരി, അതായത് ക്യുക്കമ്പർ, നമ്മൾ സാലഡായിട്ട് കഴിക്കുന്നതൊക്കെ അതിൽ ധാരാളം വാട്ടർ കണ്ടന്റ് ഉണ്ട്. അപ്പം നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ അതിലടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് നമ്മുടെ കാർട്ടിലേജിനും സ്കിന്നിനും മുടിക്കൊക്കെ വളരെ നല്ലതാണ്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ബീൻസ് ആണ്. ബീൻസിൽ ധാരാളം ഫൈബേഴ്സ്, ഇൻസോലുബിളും സോലുബിളും ആയിട്ടുള്ള ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലൊരു ഫില്ലിംഗ് ആയിട്ട് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന വെജിറ്റബിൾസ് കഴിക്കുക. യോഗട്ട് നിർബന്ധം, അതായത് തൈര്, പുളിയില്ലാത്ത തൈര് നിർബന്ധമായി കഴിക്കാം. അതൊരു പരിധി വരെ നമുക്ക് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ബാക്ടീരിയൽ ഗ്രോത്തിന് സഹായിക്കും. അത് നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കാനും അതുമൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കുറയുന്നുണ്ട്. ഈ പറയുന്ന രീതിയിലൊക്കെ നിങ്ങൾ ഡയറ്റ് സെറ്റ് ചെയ്യുക. കൃത്യമായിട്ടൊരു വ്യായാമം കൂടി വേണം. വ്യായാമം എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 5 ദിവസം 1/2 മണിക്കൂർ മുതൽ 3/4 മണിക്കൂർ വരെ കൃത്യമായിട്ടൊരു വ്യായാമം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ജീവിതശൈലി രോഗങ്ങളെയും പ്രത്യേകിച്ച് പ്രമേഹത്തിനെ നിയന്ത്രണത്തിലോട് കൊണ്ടുവരാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.